ചേച്ചി ഈ എന്നോട് PCR നടക്കം പറയുന്നുണ്ട് ഈ ജാസ്മിൻ ഗബ്രി ആ കോംബോനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം. കാരണം അത് രണ്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്ത ആളുകളാണ്. സമൂഹ മാധ്യമങ്ങൾ മൊത്തം അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ മൊത്തം ഇവരെ കുറിച്ച് ചർച്ച ചെയ്ത് ഇത് ഫേക്ക് ആണ്, സ്ട്രാറ്റജിയാണ് തരത്തിലുള്ള വാർത്തകളൊക്കെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. സമൂഹം മൊത്തം അങ്ങനെ പറയുന്നുണ്ട്. അത് ശരിയായിരുന്നു ചേച്ചി? അവരെ കൂടെ നിന്ന ആളെന്ന നിലയിൽ എന്താ തോന്നുന്നത്? അത് ഗെയിം പ്ലാൻ ആണോ? ഗെയിം പ്ലാൻ ആണ്. അതുകൊണ്ടല്ലേ ആദ്യത്തെ ആഴ്ച ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോഴും പബ്ലിക്കിന്റെ ഇടയിൽ എൻ്റെ ഒരു ഇന്റർവ്യൂസിന്റെ ഇടയിൽ കമന്റ് വരുന്നത് ഇവരാദ്യം അവരെ സപ്പോർട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ടാ. ഇപ്പൊ എന്താണ് ഞാൻ അവരുടെ ഒരു ഗെയിം പ്ലാൻ രണ്ടുപേരൂടെ കോംബോ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ട ഒരാളാണ്. ഞാൻ കേട്ടു. ആ കേട്ടതിൻ്റെ ഇതിലാണ് ഞാൻ അവിടെ അവരെ സപ്പോർട്ട് ചെയ്തത്. ഇവരിത് ഗെയിമാണ്, നിങ്ങൾ അവർക്കെതിരെ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ വേറൊരു ആംഗിളിൽ ഇവരെ എന്താ പറയുക കൊണ്ടെത്തിക്കേണ്ട, അവർ ഗെയിമാണ് കളിക്കുന്നതെന്നുള്ളത് ഞാൻ അവിടെ ആദ്യമേ പറഞ്ഞതാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഗെയിമാണ്, ഗെയിമിൽ കളിയൊക്കെ തുടങ്ങി ഇവരുടെ കയ്യിൽ നിന്ന് ചില സ്ഥലത്തൊക്കെ നമ്മൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഇത്രയും ജനങ്ങൾ കാണുക എന്നുള്ളൊരു ബോധം നമുക്ക് സ്വയമാണ് വേണ്ടത്. എന്ത് ഗെയിം കളിച്ചാലും പുറത്തോട്ട് ഇറങ്ങിയാലും നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ഇത് നമുക്ക് വേണം. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാവാം അല്ലാതാവാം വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ലൈവിലും ഒക്കെ ആളുകൾ കണ്ട് ചർച്ച നടത്തുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ മൂന്നാമത്തെ ആഴ്ചയൊക്കെ അവർക്കെതിരെ തന്നെ ആയായിരുന്നു. ആ സമയത്ത് അതിനകത്തും എല്ലാവരും പറഞ്ഞു ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരിപ്പം തിരിച്ച് അവർക്കെതിരെ നിൽക്കുന്നു, ഇവർക്ക് എന്താ നിലപാടില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാനിപ്പം അകത്ത് നിന്നപ്പോഴും പലരും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. പുറമേ കൂടെയൊക്കെ പുറത്തിറങ്ങിയപ്പോഴും ഇപ്പം കമൻസിലൂടെ കാണുന്നുണ്ട് ഇവർ ആദ്യം അവരെ സപ്പോർട്ട് ചെയ്തു, പിന്നെ അവരെ തിരിച്ചവരെ കുറിച്ച് ഇപ്പം പറയുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ നിലപാടെന്ന് പറയുന്നത് ഒരു ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ പ്രവൃത്തി ശരിയല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഒരുപാട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഫുൾ സപ്പോർട്ടായിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ ഉണ്ടാവും. പക്ഷെ അതേ ആള് അദ്ദേഹം വേറൊരു മോശമായ ഒരു പ്രവൃത്തി ചെയ്താൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ മുഖത്ത് നോക്കി പറയും ദേവട്ടൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയും. ഒരു ഭാര്യ എന്ന നിലയിൽ എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ചെയ്യുന്ന തെറ്റുകളെ തെറ്റെന്നും പറയും, ശരികളെ ശരിയെന്നും പറയും. അതാണ് എൻ്റെ നിലപാട്. ഏതൊരു കാര്യത്തിലും ഞാനെന്ന യമുന റാണിയുടെ നിലപാടെന്ന് പറയുന്ന അതാണ്. അത് മനസ്സിലാക്കാൻ എന്താ പറയുക, ഇത് കണ്ടുകൊണ്ടിരുന്ന പലർക്കും അത് മനസ്സിലായില്ല. തീർച്ചയായും ഈ ഒരു റിയാലിറ്റി ഷോയിൽ ചേച്ചി ഏറ്റവും വേദനിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു, അതെന്താണ്? ചെറിയ വാക്കുകളൊന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഏറ്റവും വേദനിപ്പിക്കുന്നില്ല, എനിക്ക് ഈ കൂടെ നിന്ന് പുറവിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായി. അത് ശ്രീരേഖ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൽ നിന്ന് തന്നെയാണ്. ഞാൻ അവിടെ വെച്ചത് പറയുകയും ചെയ്തതാണ്. ഒന്ന് മറ്റേ എല്ലാവരും കണ്ടല്ലോ ലൈവിലൊക്കെ, ഒരു ചായ കേസ് ഉണ്ടായി ജിൻഡോടെ. ചായ വിത്ത് ബോഡി ഷോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പവർ റൂമിൽ നിന്ന് ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ട്, അപ്പം ജിൻഡോ അത് കഴിഞ്ഞിട്ട് ജിൻഡോയ്ക്ക് അത് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ ജിൻഡോ ഒരു മോശമായ പരാമർശം എൻ്റെ അടുത്ത് നടത്തി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചും ജിൻഡോട് പറഞ്ഞു. അങ്ങനെ അതൊരു സംസാരം ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ സോൾവായി. പിന്നെ ഞങ്ങൾ ജിൻഡോയും ഞാനും ഭയങ്കര കൂട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോയെ. ആ സമയത്ത് ഈ എന്താ പറയുക, സ്ലിപ്പ് ഓഫ് എ ടങ്ക് എന്നൊക്കെ പറയുന്ന കണക്ക് അങ്ങ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നല്ല ഇതായി. എന്നോട് വന്ന് ക്ഷമയൊക്കെ ചോദിച്ചു, ക്ഷമ കൊടുത്തു, ക്ഷമിച്ചു, എല്ലാം കൂളായി. പിന്നെ എനിക്ക് ഭയങ്കര കൂടാ. അപ്പം ഈ ഒരു സംഭവം നടന്നപ്പോഴും ഈ ഒരു ചായ വിത്ത് ബോഡി ഷോ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അവിടെ സംസാരിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ശരിക്കും ശ്രീരേഖ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷെ ഈ ഒരു വിഷയം രൂക്ഷമായപ്പോൾ ശ്രീരേഖ അങ്ങ് മാറി നിന്ന് കളഞ്ഞു. ഇതിൻ്റെ അകത്ത് വിക്ടിം ആയത് ഞാനാണ്, യമുനയാണ് ഇത് ചെയ്തത്, യമുനയാണ് മോശപ്പെട്ട് ഈ ഒരു പ്രവൃത്തി എന്നൊക്കെ ഒരു രീതിയിലൊക്കെ വന്നു. പക്ഷെ അപ്പോഴെങ്കിലും പവർ റൂമിന്റെ തീരുമാനമായി എന്നും പറഞ്ഞ് ശ്രീരേഖയ്ക്ക് വന്ന് പറയായിരുന്നു, യമുന ചേച്ചിയല്ല ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനം ഇതെന്ന് പറയായിരുന്നു. അത് ചെയ്തില്ല. അതേപോലെ ഇൻസിഡന്റ് പവർ റൂമിന്റെ കീ, നമ്മുടെ കബോർഡിന്റെ കീ നഷ്ടപ്പെട്ടിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ കീ തപ്പി നടന്നിട്ട് അവസാനം കീ കിട്ടുന്ന അതും ഇതേപോലെ ശ്രീരേഖ വെൽ പ്ലാൻഡായിട്ട് ഈ ഒരു ഇതുണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നി. അതപ്പം ഈ 1-2 ഇൻസിഡന്റ് ഒരു ചെറിയ വിഷമം ഉണ്ടാക്കി.